മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9ാമത്തെ പാർട്ട് 2 ആയ കട്ടിംഗ് ആണ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗും ഉണ്ട്. ആ ബ്ലോഗിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലാണ് എൻ്റർ ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു സ്റ്റിച്ചിങ് ബുക്ക് പോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. പാർട്ട് 2 കട്ടിംഗ് ആണ്. പലോസോ പാൻറ്റിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 3 to 4 9.1 കിട്ടിയേക്കണേ. അത് ഫ്രണ്ടിലെ ഒരു സൈഡിലേക്ക് മാത്രം, അതായത് റൈറ്റ് സൈഡിലേക്ക് മാത്രമാണ്. അപ്പൊ റൈറ്റും ലെഫ്റ്റും കൂടി ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് 9.1 പ്ലസ് 9.1 എന്ന രീതിയിൽ 18.2 ഇഞ്ചോളം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വരും. അപ്പൊ ഫ്രണ്ടും ബാക്കും കൂടി 18.1 പ്ലസ് 18.1 എത്ര വെച്ചാൽ അത് കിട്ടും. അതാണ് 3 to 4 നമുക്ക് എടുക്കേണ്ടത്. 0 to 1 നമുക്ക് ലെങ്ത് വേണ്ടത് 25 ഇഞ്ചാണ്. നമ്മൾ എടുത്തേക്കുന്നത് ഈ നൈറ്റിയുടെ തുണി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. തുണിയെ ആദ്യം തുണിയെ രണ്ടാക്കി ഇങ്ങനെ മടക്കി, എന്നിട്ട് അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി, ഒന്നുകൂടി രണ്ടാക്കി മടക്കി. അപ്പൊ 1 2 3 4 എന്ന രീതിയിൽ ഈ ഭാഗം ഫോൾഡാണ്. ഇനി നമുക്ക് 0 to 1 25 ഇഞ്ച്, നമ്മൾ 25 ഇഞ്ച് നമ്മൾ 0 to 1 എടുക്കാം. ഇത് 25 ഇഞ്ച് ഉണ്ട്. അടുത്തത് 0 to 2 2.5 ഇഞ്ചാണ്. ഞാൻ ഇവിടെ 2.5 ഇഞ്ച്, സോറി ഇവിടെ ഇല്ല, ഇവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. എൻ്റെ പറഞ്ഞത് 2.5 ഇഞ്ച് കൊടുത്ത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഇടുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾ അതിൽ കുറവാണ് ഇടണേ എന്നുണ്ടെങ്കിൽ 2.5 എടുക്കണം എന്നില്ല. നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ച് ഇലാസ്റ്റിക് നമുക്കതിൽ കടത്താൻ പറ്റുള്ളൂ. അടുത്ത് 2 to 3 നമുക്ക് 9.6, ഇവിടെ നിന്ന് നമുക്ക് 9.6 അടയാളപ്പെടുത്താം. 9.6. അടുത്തത് 3 to 4 9.1, ഇവിടെ നിന്ന് 9.1 നമുക്ക് 3 to 4 അടയാളപ്പെടുത്താം. ഈ 9.1 എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിടുത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടാം. സാധാരണ ഈ രീതിയിലാണ് എടുക്കുന്നത്. 9.1 നമ്മൾ എടുത്തു. അടുത്ത് 3 to 5 7.2 ഇഞ്ച്, ഇവിടുന്ന് തന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെയാണ് നമ്മൾ 9.1 അടയാളപ്പെടുത്തിയത്. നമുക്ക് 7.2 ഇഞ്ച്, അത് 7.4 നമ്മൾ അടയാളപ്പെടുത്തി. മനസ്സിലായോ? നമുക്കിത് ഇങ്ങനെ കൂട്ടി വരച്ചു. ഇവിടെ മുകളിലും ഇതേപോലെ തന്നെ 7.2 ഇഞ്ച് ഞാൻ മുകളിലും അടയാളപ്പെടുത്താണ്. നമുക്ക് ഈ 9.1 ആണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ താഴെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 9.1 നമ്മൾ താഴെ എടുക്കാണ്. എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. താഴെ നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 ഇഞ്ച് മടക്കി അടിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൽ നമ്മൾ ട്രൗസറിൽ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഈ കയറി വരയ്ക്കുന്നത് എവിടുന്ന് മുതൽ എന്നുള്ളത് നമ്മളെ ട്രൗസറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കർവ് മാത്രം വരച്ചാൽ മതി. ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ വരയ്ക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. ഇത്ര മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോ കാണാം. താങ്ക് യു.